അവൻ നമസ്കാരമായി കടന്നു വരുവയാണ്. ഒരു കൊട്ട നമസ്കാരമാണ്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, അമലുണ്ട്. ആ നമസ്കാരമെല്ലാമായി ഇബാദത്തുകളുടെ കൊട്ടയുമായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു വരുമ്പോ അവന് പ്രതിയോഗിയായി മറ്റൊരു മനുഷ്യൻ ഇതാ കടന്നു വരുകയാണ്. അവന് വിളിച്ചു പറയുകയാണ്, ഈ വിക്റ് ചൊല്ലിക്കൊണ്ട് വന്നതായി മനുഷ്യൻ ഫനായി ഫസാദ് പറഞ്ഞുകൊണ്ട് നടന്നവനാണ്, എന്നെ ചീത്ത വിളിച്ചവനാണ്, എന്റെ അഭിമാനത്തിന് ശതം വരുത്തിയവനാണ്, ഇന്നാലിന്ന വ്യക്തികളെ കൊലപ്പെടുത്തിയവനാണ്, ഇവനെ നീ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കല്ല അല്ലാ. അവനെതിരെ ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നമസ്കാരത്തെയും നോമ്പുകളെയും അവന്റെ സക്കാത്തിനെയും അവന്റെ ഹജ്ജിന്റെയും സർവ്വ പ്രതിഫലങ്ങളും ഈ പരാതി പറഞ്ഞവന് അല്ലാഹു നൽകുകയാണ്. എത്ര നൽകിയിട്ടും തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ ആരാണോ ഇവന്റെ മേൽ പരാതി പറഞ്ഞത്, ആ പരാതി പറഞ്ഞവന്റെ സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ മേൽ ചുമത്തുമത്രേ. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് കാരണമായി നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ളവൻ, പാവപ്പെട്ടവൻ, ഏറ്റവും വലിയ മുഫ്ലിസ് അവനാണ്. അഥവാ